ടെഹ്റാനിൽ നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. അതിരൂക്ഷമായിട്ടുള്ള എല്ലാ മേഖലയും തകർക്കുന്ന ആ പ്രദേശത്തെ മുഴുവൻ തുടച്ചു നീക്കുന്ന തരത്തിലേക്കുള്ള ആക്രമണം, ശക്തമായ ആക്രമണത്തിന്റെ ദൃശ്യമാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൈവിട്ടു പോകുന്ന സാഹചര്യം ഗൾഫ് രാജ്യങ്ങളിലെ 6 മേഖലകളിലേക്ക് കൂടി ഇപ്പോൾ ഇറാന്റെ പ്രത്യാക്രമണം വന്നിരിക്കുന്നു എന്ന സ്ഥിരീകരണമാണ്. അവിടെയൊക്കെ ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എങ്കിലും കൂടുതലായിട്ടുള്ള പരിക്കേൽക്കൽ ഉണ്ടായിരിക്കുന്നു. ദുബായിൽ 2 പേർക്ക് പരിക്കേൽക്കുന്നു. പിന്നീട് വിവിധ മേഖലകളിലേക്ക് ആക്രമണം. ഏറ്റവും ഒടുവിലായി വരുന്ന ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം അത് ഈ കടലിടുക്കിലിന് സമീപത്ത് ഒമാൻ തീരത്തേക്ക് നടന്ന ഇറാന്റെ ആക്രമണത്തിൽ ഇന്ധന ടാങ്കറിൽ തീ പിടിച്ചിരിക്കുന്നു. ഇന്ധന ടാങ്കറിന് നേരെ നടന്ന ആക്രമണത്തിൽ ഒരുപാട് തൊഴിലാളികൾ അതിൽ ഉണ്ടായിരുന്നു. ഇന്ത്യക്കാരടക്കമുള്ള തൊഴിലാളികൾ ഉണ്ട്. അവരെ സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ കൂടി നമ്മൾ പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു ആക്രമണം നടക്കുമ്പോൾ അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടായിരിക്കും, അങ്ങനെ പ്രഹരശേഷിയോടുകൂടി ഇറാന് മിസൈലുകൾ തൊടുക്കാൻ കഴിയുന്നുണ്ടോ, കടലിടുക്കിലൂടെയുള്ള ആക്രമണം അത് ചെന്നെത്തുന്നത് എത്രത്തോളം തീവ്രമായിരിക്കും, ചരക്ക് നീക്കത്തെ അടക്കം ഹോർമൂസിലൂടെയുള്ള ചരക്ക് നീക്കത്തെ അടക്കം ബാധിക്കുന്ന രീതിയിലേക്ക് ഇതിനോടകം തന്നെ ബാധിച്ചു കഴിഞ്ഞു. അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ലോകരാജ്യങ്ങൾക്ക് അടക്കം ഒരു ഭീഷണിയായിട്ട് മാറും. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഭീഷണിയായി മാറുന്നത് ചരക്ക് നീക്കം ട്രേഡ് ഏറ്റവും കൂടുതൽ നടക്കുന്ന മേഖലയാണ്. ആ മേഖലയിലേക്കുള്ള ഈ ഇറാന്റെ കടന്നാക്രമണം, അവിടെ ഹൂത്തികളുടെ ഇലമെന്റ് സാഹചര്യമുണ്ട്. മറ്റ് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഇലമെന്റുകളുണ്ട്. ആ ഗ്രൂപ്പുകളൊക്കെ തന്നെ ഒത്തൊരുമിച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ പോകുമോ, അതല്ല മുട്ടുമടക്കുമോ? ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഈ ആക്രമണത്തിന്റെ തീവ്രത, അത് ഖമനയുടെ കൊലപാതകം അത് ഏൽപ്പിക്കുന്ന ആഘാതമാണോ ഇങ്ങനെ തീവ്രമായ രീതിയിലേക്ക് അയൽ രാജ്യങ്ങളിലേക്ക് കടന്ന് ആക്രമണത്തിൽ പ്രേരിപ്പിക്കുന്നത് ഇറാനെ എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായത്തിലേക്ക് ഇറാൻ പോകുമോ? ഒമാൻ എന്ന പ്രധാനപ്പെട്ട രാജ്യമുണ്ട്. ഒമാൻ ഒരു സമീപനം പാലിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സമവായ ചർച്ചകൾ അത് അമേരിക്കയുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയ ഒരു രാജ്യമാണ്. അപ്പോൾ ഒമാന്റെ തീരത്തേക്ക് കൂടി ഒരു ആക്രമണം പോവുകയാണെങ്കിൽ എല്ലാം കൽപ്പിച്ചുള്ള ഒരു പോക്കിലേക്കാണ് ഇപ്പോൾ ഇറാൻ ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്രത്തോളം തീവ്രമായിരിക്കും? GCC രാജ്യങ്ങൾ, 6ഓളം അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രത്യാക്രമണം അത് ഇറാന് നേരിടേണ്ടി വരുമോ? അങ്ങനെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു എസ്കലേഷൻ, അതായത് എസ്കലേറ്റ് ചെയ്തുകൊണ്ട് വലിയൊരു അളവിലേക്ക് ഇത് പടർന്നുകൊണ്ട് യുദ്ധം പോകുമോ? അങ്ങനെയെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിനും അപ്പുറത്തേക്ക് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നിലവിൽ നമുക്ക് ഗൾഫ് രാജ്യങ്ങളിലുള്ള ജനങ്ങൾ, നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ തന്നെ വലിയ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല. അവിടുത്തെയുള്ള എല്ലാ ഭരണകൂടങ്ങളും സുശക്തമായ രീതിയിൽ ഇത്തരം ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കാൻ പര്യാപ്തമാണ് എന്ന് പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതേസമയം തന്നെ ജാഗ്രത വേണം, ഒത്തുചേരൽ, ഒപ്പം ഈ ഷെയർ ചെയ്യുക, അവരുടെ ഈ ലൊക്കേഷൻ ഉൾപ്പെടെ ഷെയർ ചെയ്യുന്നതിനൊക്കെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പാണ് ഈ രാജ്യങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നത്. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ നടന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് സുരേഷ് വെള്ളിമറ്റം പങ്കുവെച്ചതുപോലെ തന്നെ തീരത്തേക്ക് കടന്ന്, ഒമാന്റെ തീരത്തേക്ക് കടന്നുള്ള ഈ ആക്രമണം അത് വെക്കുന്ന ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടായിരിക്കാം? ഒരു ഇന്ധന ടാങ്കറിനാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്, അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ശ്രീ പ്രജീഷ്, ഈ നിമിഷങ്ങളിൽ കടന്നു വരുന്ന ഏറ്റവും പേടിപ്പെടുത്തുന്ന ചിത്രം എന്ന് പറയുന്നത് നാവിക മേഖലയിലേക്ക് കൂടി സംഘർഷം വ്യാപിച്ചു എന്നാണ്. നോക്കൂ, ഇറാൻ എക്കാലത്തും അതിൻ്റെ ഒരു കോർ കോമ്പറ്റൻസി ആയി പറയുന്നതും വജ്രായുധമായി അല്ലെങ്കിൽ തുറുപ്പ് ചിട്ടായി ഉയർത്തിക്കാട്ടിയിട്ടുള്ളതും തീർച്ചയായും ഹോർമൂസ് കടലിടുക്കാണ്. ആ ഹോർമൂസ് കടലിടുക്കിന് തൊട്ട് കിഴക്ക് മാറി ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു അറ്റാക്ക് സംഭവിച്ചിരിക്കുന്നത്, അതും ഒമാൻ്റെ ഓയിൽ ടാങ്കറിന് നേരെയാണ് അറ്റാക്ക് സംഭവിച്ചിരിക്കുന്നത്. നോക്കൂ, ഇവിടെ നേരത്തെ ശ്രീ ഡിവിഷ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഒമാൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൗഹൃദ രാജ്യമാണ്, നിഷ്പക്ഷ രാജ്യമെന്ന് വേണമെങ്കിൽ പറയാം. സന്ധി സംഭാഷണം ഒമാൻ്റെ മധ്യസ്ഥതയിലാണ് നടന്നത് എന്ന് ഓർക്കണം. ഇപ്പോൾ ജനീവയിൽ വെച്ച് നടന്നിരുന്ന സന്ധി സംഭാഷണങ്ങളിലും ഒമാൻ തന്നെയായിരുന്നു മധ്യസ്ഥ റോൾ വഹിച്ചിരുന്നത്. അപ്പോൾ ഇറാന് കൂടി സ്വീകാര്യമാകുന്ന പേർഷ്യൻ ഗൾഫ് മേഖലയിലെ രാജ്യം എന്ന നിലയിൽ ഒമാൻ്റെ ഒരു ടാങ്കറിന് നേരെ ഇറാൻ ആക്രമണം നടത്തി എന്ന് പറഞ്ഞാൽ എന്ത് തരം സന്ദേശമാണ് നൽകുന്നത്? ഒരുപക്ഷെ അന്തം വിട്ട പുലി എന്തും ചെയ്യും എന്ന രീതിയിൽ അതിനെ നോക്കിക്കാണുന്നവരുണ്ട്. 2, ഇതൊരു താക്കീതാണ്. ആ മേഖല സുരക്ഷിതത്വമല്ല, ടാങ്കർ ഏത് രാജ്യത്തേത് എന്നതല്ല, ആ ഭാഗത്തുകൂടി കടന്നു പോകുന്ന ഏത് ജലയാനങ്ങൾക്ക് നേരെയും തങ്ങൾ നിറയൊഴിക്കും, ഞങ്ങളുടെ ആക്രമണം ഉണ്ടാകും, ഞങ്ങൾക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്ന് ലോകത്തോട് പറയുന്നതിന് തുല്യമാണ്.